ഹരി ശ്രീ ഗണപതയെ നമ വിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ദേവി അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ നവരാത്രി വേളയിൽ ദേവിയിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച ശ്രീ ശങ്കരാചാര്യരെ പറ്റി ചില കാര്യങ്ങൾ പറയുവാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ദേവിയിൽ നിന്ന് അനുഗ്രഹം നേടുന്നതിനായിട്ട് ശങ്കരാചാര്യർ കുടജാദ്രി പർവ്വതത്തിന് മുകളിൽ ഉള്ള ശങ്കരപീഠം എന്ന വിഖ്യാതമായ സ്ഥലത്താണ് തപസ് ചെയ്തത്. ഈ മലമുകളിലേക്കുള്ള വഴിയിൽ ഗണപതി ഗുഹ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലേക്കും ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന ചിത്രമൂല ഗുഹയിലേക്കും പോകുന്ന ഒരു തുരങ്കം ഈ ഗുഹയിലുണ്ട്. ചിത്രമൂല ഗുഹയിൽ കുടജാദ്രി മലനിരകൾക്ക് സമീപമാണ് ആദിശങ്കരൻ്റെ ക്ഷേത്രം. അദ്ദേഹം മഹാലക്ഷ്മി അഷ്ടകം അവിടെ ഇരുന്ന് രചിക്കുകയും ജപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. കാലടി കൈപ്പള്ളി ഇല്ലത്ത് ശിവഗുരു എന്ന ബ്രാഹ്മണൻ്റെയും ആര്യ അന്തർജനത്തിൻ്റെയും പുത്രനായിട്ടാണ് ശങ്കരൻ ജനിച്ചത്. ശങ്കരൻ്റെ പിതാവ് ശങ്കരന് 3 വയസ്സുള്ളപ്പോൾ നിര്യാതനായി. 8ാമത്തെ വയസ്സിൽ മുതല കാലിൽ കടിച്ചപ്പോൾ അമ്മയുടെ സമ്മതത്തോടെ ആപൽ സന്യാസം സ്വീകരിച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. ശങ്കരൻ്റെ പ്രധാന ഗുരു ഗൗഡപാദൻ്റെ ശിഷ്യനായ ഗോവിന്ദ ഭഗവത്പാദരായിരുന്നു. നർമ്മദാ നദീതീരത്തായിരുന്നു ഗോവിന്ദാശ്രമം. ശങ്കരൻ അദ്വൈത വേദാന്തം അഭ്യസിച്ചത് ഗോവിന്ദാചാര്യനിൽ നിന്നായിരുന്നു. അദ്ദേഹം പിന്നീട് കാശിയിൽ ചെന്ന് ബ്രഹ്മനിഷ്ഠയോടെ ജീവിച്ചിരുന്ന കാലത്ത് സനന്ദനൻ, അതായത് പത്മപാദനാണ് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായി തീർന്നു. പിന്നീട് ദിഗ്വിജയത്തിനായി പുറപ്പെട്ട ശങ്കരൻ മാഹിഷ്മതി നഗരത്തിൽ വെച്ച് മണ്ഡനമിശ്രനെ വാദത്തിൽ തോൽപ്പിക്കുകയും സുരേശ്വരൻ എന്ന പേരിൽ മണ്ഡനമിശ്രനെ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്തു. ദക്ഷിണദേശത്തേക്ക് പുറപ്പെട്ട ശങ്കരനെ വരിക്ക് വെച്ച് ഒരു കാപാലികൻ, അതായത് മനുഷ്യരുടെ തലയോട് കഴുത്തിൽ തൂക്കി നടക്കുന്ന ഒരു ശിവഭക്തൻ തടഞ്ഞു നിർത്തി ശൈവ ആരാധനയ്ക്ക് വേണ്ടി ശങ്കരൻ്റെ തല ചോദിച്ചതായും പത്മപാദൻ ഗുരുവിൻ്റെ ജീവനെ രക്ഷിച്ചതായും ഒരൈതിഹ്യമുണ്ട്. ശങ്കരൻ ശൃംഗേരിയിലെത്തി അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചു. ഒരു മഠം സ്ഥാപിക്കുകയും സുരേശ്വരനെ ആ മഠത്തിൽ അധിപനായി നിയമിച്ചു. പിന്നീട് പല ദേശങ്ങളിലും പര്യടനം ചെയ്ത് ശാക്തന്മാർ, കാപാലികന്മാർ, പഞ്ചരാത്രന്മാർ, ശൈവന്മാർ, ആർഹതന്മാർ മുതലായ പല കൂട്ടരെയും വാദത്തിൽ തോൽപ്പിച്ച് ഒടുവിൽ കാശ്മീരിലെത്തി സകല ശാസ്ത്രവാദികളെയും ജയിച്ച് സർവജ്ഞപീഠത്തിൽ ആരോഹണം ചെയ്തു എന്നാണ് ശങ്കരൻ്റെ ജീവിതകഥ. തൃശ്ശൂരിൽ വെച്ചാണ് അദ്ദേഹം നിര്യാതനായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ മതിൽക്കകത്ത് ശംഖചക്ര കുടീരത്തിന് പുറമേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവിടെ സ്ഥാപിച്ച 4 സന്യാസ മഠങ്ങളും ഈ വസ്തുതയ്ക്ക് തെളിവാണെന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പ്രസ്താവിക്കുന്നു. തെക്കേ മഠം പത്മപാദൻ്റെയും, ഇടയിൽ മഠം ഹസ്താമലകൻ്റെയും, നടുവിൽ മഠം സുരേശ്വരൻ്റെയും, വടക്കേ മഠം തോടകൻ്റെയുമാണ്. ആചാര്യപാദരുടെ സമാധിസ്ഥലം ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് താമസിക്കാൻ വേണ്ടിയാണത്രേ ശിഷ്യന്മാർ ഈ മഠങ്ങൾ സ്ഥാപിച്ചത്. വടക്ക് ബദരിയിലും, പടിഞ്ഞാറ് ദ്വാരകയിലും, തെക്ക് ശൃംഗേരിയിലും, കിഴക്ക് ജഗന്നാഥത്തിലും ആചാരസ്വാമികൾ പ്രതിഷ്ഠിച്ച മഠങ്ങളുടെ തലവന്മാരാണ് യഥാക്രമം ഈ ശിഷ്യന്മാർ. ഇന്ത്യയിലെ 4 കോണുകളിലും ശങ്കരൻ്റെ അദ്വൈത ചിന്ത പ്രചരിച്ചിരുന്നു എന്നതിന് തെളിവായി ശങ്കരമഠങ്ങൾ നിലകൊള്ളുന്നു. ഗരുഡപാദൻ്റെ മാണ്ഡൂക്യകാരികയ്ക്കും പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകൾക്കും ബാദരായണൻ്റെ വേദാന്ത സൂത്രങ്ങൾക്കും ബ്രഹ്മസൂത്രം, ഭഗവത്ഗീതയ്ക്കും ആചാര്യസ്വാമികൾ ഭാഷ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ ഭാഷ്യങ്ങളിലൂടെയാണ് ശങ്കരൻ തൻ്റെ അദ്വൈത ദർശനം ആവിഷ്കരിച്ചത്. മാണ്ഡൂക്യകാരികയുടെ ഭാഷ്യത്തിലാണ് ആത്മാവും ബ്രഹ്മാവും ഒന്നാണെന്ന അദ്വൈത ചിന്തയുടെ അടിസ്ഥാന തത്വം ആദ്യമായിട്ട് ശങ്കരൻ ഉപപാദിച്ചത്. പ്രപഞ്ചത്തിൻ്റെ നശ്വരതയെ അംഗീകരിക്കുന്നതോടൊപ്പം അതിൽ ഒളിഞ്ഞിരിക്കുന്ന അനശ്വരതയെ കൂടി ശങ്കരാചാര്യർ കണ്ടു. ഈ ഒരു സത്യമാണ് ബൗദ്ധ്യദർശനത്തെ പരാജയപ്പെടുത്താൻ ശങ്കരനെ സഹായിച്ച യുക്തിവിചാരം. ശങ്കരൻ്റെ മായാവാദം പല തെറ്റിദ്ധാരണകൾക്കും ഇട നൽകി. ഇല്ലായ്മയാണ് മായ എന്നാണ് സാധാരണ ഗ്രഹിച്ചു കാണുന്നത്. പാമ്പിനെ കണ്ട് കയറാണെന്ന് ശങ്കിക്കുന്നത് പോലെയാണ് പ്രപഞ്ചത്തിൻ്റെ മായാസ്വഭാവം എന്ന് ശങ്കരൻ ചിത്രീകരിച്ചു. നാം കാണുന്ന പാമ്പ് കയറിൻ്റെ വികല്പ രൂപമാണ്. പാമ്പ് എന്ന വസ്തു ഇല്ലെങ്കിലും കയറെന്ന വസ്തു നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഇല്ലായ്മയും മായയും ഒന്നല്ല. ബ്രഹ്മത്തെ മായ മൂടിയിരിക്കുന്നത് പോലെ മനുഷ്യാത്മാവിനെ അവിദ്യ ഗ്രസിച്ചിരിക്കുകയാണ്. അവിദ്യയെ ദൂരീകരിക്കാൻ കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉദിക്കും.
അപ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന സത്യം ഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ശങ്കരൻ്റെ അദ്വൈത ദർശനത്തിൻ്റെ സംഗ്രഹം. ഭാരതത്തിൽ അന്ന് പ്രചാരത്തിലിരുന്ന ഉത്കൃഷ്ടമായ എല്ലാ ചിന്താ പദ്ധതികളെയും സമന്വയിപ്പിച്ച് വിശാലമായ ഒരു തത്വദർശനം ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശങ്കരൻ്റെ അദ്വൈതവാദത്തിൻ്റെ നേട്ടം. ശങ്കരൻ്റെ തത്വചിന്തയ്ക്ക് ഇന്ത്യയിലെങ്ങും ലഭിച്ച സ്വാഗതം ഇന്ത്യയുടെ ആത്മീയമായ ഏകീകരണത്തിന് വഴിതെളിച്ചു. ബ്രഹ്മജ്ഞാനമാണ് സായുജ്യത്തിലേക്കുള്ള മാർഗമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ബുദ്ധമതത്തെ നിഷ്കാസനം ചെയ്യാൻ സഹായിച്ചത് ശ്രീ ശങ്കരൻ്റെ അദ്വൈത ദർശനമാണെന്ന് പ്രഖ്യാതമാണല്ലോ. ശങ്കരൻ്റെ ജന്മദേശം കാലടിയാണെന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നിലവിലുണ്ട്. AD 788 മുതൽ 820 വരെയാണ് ശങ്കരൻ്റെ ജീവിതകാലമെന്ന മാക്സിമുള്ളവരുടെ അഭിപ്രായം. സാർവത്രികമായി അംഗീകരിച്ച് കാണുന്നു. എന്നാൽ ശ്രീമദ് ശങ്കരൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകം കാണുന്നുണ്ട്. ലഗ്നേ ശുഭേ ശുഭയുതേ സുഷുഭേ കുമാരം ശ്രീ പാർവതീ ച സുഖിനീ ശുഭവീക്ഷിതേ ച ജായാ സതീശവ ഗുരോർന്ന തു ജംഗമസ്തേ സൂര്യേ സുതേ രവിസുതേ ച ഗുരു ച കേന്ദ്രേ എന്നതാണ് ആ ശ്ലോകം. ചന്ദ്രനൊഴികെ മറ്റെല്ലാ ഗ്രഹങ്ങളും ഉച്ചത്തിലും സൂര്യൻ, വ്യാഴം, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കേന്ദ്രത്തിലും സ്ഥിതി ചെയ്യുന്നതായി പറയുന്ന ഈ ഗ്രഹനില ഒത്തുവരുന്നത് AD 805 ഏപ്രിൽ 30 അല്ലെങ്കിൽ മെയ് 1 പ്രൊഫസർ KV കൃഷ്ണയ്യർ പ്രസ്താവിച്ചിരിക്കുന്നത്. കംബൂജദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ള ശിവസോമൻ്റെ ലിഖിതത്തിൽ ശങ്കരൻ്റെ ജീവിതകാലം AD 805 മുതൽ 837 വരെ എന്ന് കരുതുവാനാണ് ന്യായം എന്ന് കൃഷ്ണയ്യർ അഭിപ്രായപ്പെടുന്നു. ശങ്കരാചാര്യനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആചാര്യ വാഗഭേദ്യ എന്ന കലിവാക്യം ഉള്ളതുകൊണ്ട് കൂടി പരിഗണിച്ചാൽ AD 828 അദ്ദേഹം ജീവിച്ചിരുന്നതായി കരുതണം. അങ്ങനെയാണെങ്കിൽ AD 805 മുതൽ 837 വരെയാണ് ശങ്കരൻ്റെ ജീവിതകാലം എന്ന അഭിപ്രായം സ്വീകാര്യമായി തോന്നുന്നു. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശങ്കരാചാര്യരുടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. മിക്കവാറും എല്ലാ പുരാതന ഗ്രന്ഥകാരന്മാരും അദ്ദേഹത്തിൻ്റെ ജനനത്തീയതിയുടെ പഞ്ചാംഗ സവിശേഷതകളിൽ ഏകകണ്ഠമായ അഭിപ്രായമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ജനനവർഷം നന്ദനമായും തിഥി വൈശാഖ ശുക്ല പഞ്ചമിയായും അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം പുണർദമായിട്ടും ദിനം ഞായറാഴ്ചയായിട്ടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആദിശങ്കരൻ്റെ ബാല്യകാല സഹചാരിയായിരുന്ന സിൽസുഖാചാര്യൻ്റെ ബൃഹശങ്കര വിജയത്തിലും സദ്വിലാസയുടെ ശങ്കര വിജയത്തിലും ഇത് ആധികാരികമായി തന്നെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ മറ്റൊരു കാര്യം ഗ്രന്ഥകാരന്മാരെല്ലാം ഏകകണ്ഠമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം ഒരു അഭിജിത്ത് മുഹൂർത്ത സമയത്താണ് എന്നുള്ളത്. ശ്രീ കൃഷ്ണയ്യർ പറഞ്ഞതിന് പ്രകാരം ഗ്രഹനിലയിൽ ആദിത്യൻ ഉച്ചത്തിൽ, അതായത് മേടത്തിലാണ്. അപ്പോൾ അഭിജിത്ത് സമയമാണെന്ന് പറയുന്നു ജനനം. അങ്ങനെ വരുമ്പോൾ ലഗ്നം കർക്കടക ലഗ്നമായിട്ട് വരും. മേടത്തിൽ ആദിത്യൻ നിൽക്കുമ്പോൾ അഭിജിത്ത് സമയം മിക്കവാറും കർക്കടക ലഗ്നം തന്നെ ആയിരിക്കും. അപ്പോൾ വ്യാഴം ഉച്ചസ്ഥനാകയാൽ കർക്കടകത്തിൽ വരുന്നു. ഇങ്ങനെ ലഗ്നത്തിൽ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി. വ്യാഴത്തെ പ്രത്യേകം നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ 6ഉം 9ഉം ഭാവാധിപതിയാണെന്ന് കാണാം. ഈ വ്യാഴത്തെയാണ് കുജനും ശനിയും ദൃഷ്ടി ചെയ്യുന്നത്. കർക്കടക ലഗ്നത്തിന് 5ഉം 10ഉം ഭാവാധിപത്യം കൊണ്ട് യോഗകാരകനായി വരുന്ന ചൊവ്വയും അഷ്ടമാധിപതിയെങ്കിലും നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപതി കൂടിയായ ശനിയും ആണ്. ഇനി കുജനാണെങ്കിൽ യുഗ്മരാശിയിൽ ഉച്ചസ്ഥനുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ദേവിയുടെ കടാക്ഷം യുഗ്മസ്ഥിതി രാശിയിലായതുകൊണ്ട് തന്നെ ദേവിയെ നമുക്കവിടെ ചിന്തിക്കാം. അപ്പോൾ ആ ദേവിയുടെ കടാക്ഷം ഇദ്ദേഹത്തിന് വേണ്ടുവോളമുണ്ട്. ഈ ലഗ്നത്തിൻ്റെ സവിശേഷത തന്നെ ആവണം കനകധാരാസ്തവം പോലെ ജനോപകാരപ്രദമായ, അതായത് ഇഹലോകത്തിന് ഏറ്റവും ആവശ്യമായ കനകധാര സ്തവം എന്ന ശ്ലോകരചനയ്ക്ക് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതെന്ന് കരുതാം. കർമ്മത്തിൽ നിൽക്കുന്ന ഉച്ചസ്ഥനായ രവിയും ബുധനും കൂടി ഒരുക്കുന്ന ആ നിപുണയോഗമല്ലേ അദ്വൈത സിദ്ധാന്തത്തെ ഇന്ത്യയിൽ ഒട്ടാകെ പ്രചരിപ്പിക്കാൻ ശങ്കരനെ പ്രാപ്തനാക്കിയത്. തന്നെ ഉച്ചൻ പാർത്താൽ
പിച്ച എന്നുള്ളൊരു ഒരു ചൊല്ലുണ്ടല്ലോ, അതും നമുക്കിവിടെ ദർശിക്കാം. അദ്ദേഹം സന്യാസവൃത്തി സ്വീകരിച്ചപ്പോൾ ഗുരുവിന് ദക്ഷിണ കൊടുക്കാനായിട്ടുമെല്ലാം ഭിക്ഷ യാചിച്ചിട്ടുണ്ട്. ആ ഭിക്ഷ യാചിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് കനകധാരാസ്തവം രചിക്കുവാനുള്ള പ്രേരണ ഉണ്ടായത് എന്നും അറിയുള്ളതാണല്ലോ. അങ്ങനെ അതും ഈ ഗ്രഹനില പ്രകാരം ഒത്തുവരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന് 32 വയസ്സ് വരെ ആയുസുള്ളൂ. അപ്പോൾ ജനനം വ്യാഴദശയിലാണ്. അതായത് പണ്ഡിതന്മാർ പറയുന്നത് പ്രകാരം വ്യാഴദശയിലെ ചന്ദ്ര അപഹാരത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചുരുങ്ങിയ കാലയളവ് മാത്രമേ വ്യാഴദശ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതായത് വ്യാഴദശയിലെ ചന്ദ്രാപഹാര സമയം 1 വർഷവും 4 മാസവുമാണ്. അതിനുശേഷം ഒരു കുജൻ്റെ അപഹാരമാണ്, അതായത് അതൊരു 11 മാസവും 6 ദിവസവും. പിന്നെ രാഹു 2 വർഷവും 4 മാസവും 24 ദിവസവും. ഈ ഒരു കാലയളവിൽ തന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആ വ്യാഴദശയിലെ അതായത് 9ാം ഭാവാധിപത്യം നിൽക്കുന്ന വ്യാഴത്തിനെയും കൂടെയാണല്ലോ ഈ കുജനും ശനിയും കൂടി ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടമായി. പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു. അതൊരു പക്ഷേ ഈ വ്യാഴത്തിനുള്ള ആ അഗ്നിമാരുത യോഗം തന്നെയാവണം. പിന്നെ അദ്ദേഹത്തിന് ഈ വ്യാഴദശ കഴിഞ്ഞാൽ പിന്നെ ശനിദശയാണ്. ഈ ശനിദശയുടെ കേതു അപഹാരത്തിൽ തന്നെ അദ്ദേഹം സന്യാസിയായെന്ന് വേണം കരുതാൻ. പിന്നെ വേറൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം, കുമാരിലഭട്ട എന്ന ഗുരുവര്യനെ അദ്ദേഹത്തിന് കണ്ടുമുട്ടിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു എന്നാണ് പറയുന്നത്. അത് ശനിദശയിലെ ആ സൂര്യ അപഹാരകാലം, ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ അപഹാരകാലമായിരിക്കണം എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പിന്നെ തുടർന്ന്, അതായത് നമുക്കറിയാം കർക്കിടക ലഗ്നത്തിനെ ശനി കൊല്ലില്ല എന്നാണ് പറഞ്ഞു വരുന്നത്, ജാതകചന്ദ്രിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. പിന്നെയോ ഈ ശനി ഈ ഒരു ശനിയും കുജനും കൂടി ഈ ഒരു യോഗം സാധിക്കാൻ വേണ്ടിയിട്ട് ബുധനെ ഇടപാട് ചെയ്തു എന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് ശനിക്ക് അഷ്ടമാധിപത്യം കൂടിയുണ്ട്. ഈ ശനി ബുധനെ ദൃഷ്ടി ചെയ്യുന്നു. അതിനാൽ ഈ ബുധദശ അദ്ദേഹത്തിന് ദോഷപ്രദമായി എന്ന് വേണം കരുതാൻ. പോരെങ്കിൽ ഈ ശനിയുടെ ദൃഷ്ടിയും അതുപോലെ തന്നെ കുജൻ്റെ ദൃഷ്ടിയും കൊണ്ട് ലഗ്നത്തിന് ദോഷമുണ്ട്. എന്നാൽ അവയുടെ രണ്ടിൻ്റെ യോഗ ഫലങ്ങൾ അവ രണ്ടും ഉപദ്രവിക്കാതെ ഈ ശനി അഷ്ടമാധിപൻ്റെ ദൃഷ്ടിയുള്ള ബുധൻ്റെ ദശാകാലത്താണ് അദ്ദേഹത്തിന് ദേഹവിയോഗം സംഭവിച്ചത്. നിപുണയോഗപ്രദനായ ബുധൻ അദ്ദേഹത്തെ അറിവിൻ്റെ പാരമ്യത്തിലെത്തിച്ചു, സർവജ്ഞപീഠം കയറ്റി എന്നൊക്കെ ഉള്ളത് ശരി തന്നെ. അറിവിലും മുക്തിയിലും തിളങ്ങി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എന്നതും ശ്രദ്ധേയമാണ്. ശ്രീ ശങ്കരൻ്റെ ഗ്രഹനില അവലോകനം ചെയ്യുവാൻ കിട്ടിയൊരു അവസരം എനിക്ക് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ ഒരു അധ്യാപന രീതിയാണ് എന്നെ ഇതൊക്കെ പറയുവാൻ പ്രാപ്തമാക്കിയതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാലടി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശരീരനായ എൻ്റെ പിതാവ് അവിടെ ഞങ്ങൾ മക്കളെ, അദ്ദേഹത്തിൻ്റെ മക്കളായ ഞങ്ങൾ 3 പേരെയും അവിടെ കൂടെ അവധി കിട്ടുമ്പോഴൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അവിടെ പോയി ഈ ശങ്കരൻ്റെ ഒരു ജീവിത ചരിത്രമൊക്കെ മനസ്സിലാക്കുവാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എൻ്റെ പിതാവിന് മഠത്തിലെ അവിടുത്തെ സന്യാസിമാർ ഉപനിഷത്തുകളും വേദാന്തവും ഒക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ തുടർന്ന് എൻ്റെ ഭർത്താവും ഈ വക ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ വക വേദാന്ത കാര്യങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ കുട്ടികളെയും അവിടെ കൊണ്ടുപോയി കാണിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു ശങ്കരൻ്റെ ഗ്രഹനില വളരെ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ കൺമുമ്പിൽ വന്നത്. വേറൊരു ആവശ്യത്തിനായിട്ട്, അതായത് ഓണത്തിൻ്റെ ഒരു വീഡിയോ ഇടുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് പഠിച്ചപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു 2,000 പേജുള്ള ഒരു ബുക്കിൽ നിന്ന് ഈ ശങ്കരൻ്റെ ഗ്രഹനില എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ തന്നെ എനിക്കിത് ഇടാനോ വേണ്ടയോ എന്നുള്ളൊരു
സംശയം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ശ്രീ KK ജനാർദ്ദനക്കുറുപ്പ് സാറ് അദ്ദേഹം ഓണത്തിന് കാലടിയിൽ പോയ അനുഭവങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ വിവരിച്ചു. അതും എനിക്കപ്പോൾ ഇത് പറയേണ്ട സമയമാണ് എന്നെനിക്ക് പ്രത്യേകം തോന്നി. അപ്പോൾ ഞാനിത് എൻ്റെ വീഡിയോ കാണുന്നവർക്കായിട്ട് പറയുവാനെന്ന് തന്നെ വിചാരിച്ചു. എനിക്ക് വളരെ സന്തോഷമുള്ളത് എന്നെ പരിചയമുള്ളവരെക്കാൾ കൂടുതൽ അറിയാത്തവരാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തത് എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ട്. എൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ശങ്കരനെ പോലെയുള്ള ഒരു വീഡിയോ എത്രത്തോളം ആളുകൾ കേൾക്കും എന്നെനിക്ക് അറിയാൻ വയ്യ. എന്തെന്നാൽ സത്യത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പിതാവ് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാവണം, ചെറിയപ്പത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ടാണോ എനിക്കിപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അതിനെപ്പറ്റി കൂടുതൽ അറിയാനൊരു ജിജ്ഞാസ വരുന്നത്. നമ്മളിപ്പോഴത്തെ ഈ ഒരു ലോകത്തിലെ കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് ആവശ്യമാണ് താനും. എന്നിരുന്നാലും നമ്മളുടെ നാട്ടിൽ തന്നെ ജനിച്ച് ഈയൊരു ഇന്ത്യ മൊത്തം ഒരു ഇതിഹാസമായ ലോകം മൊത്തം അറിയാവുന്ന ശ്രീ ശങ്കരനെ പോലെയുള്ളവർ നമ്മുടെ നാട്ടിൽ ജനിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കാലടി നമുക്ക് അങ്കമാലിക്കടുത്തുള്ള ഈ കാലടി കൊണ്ട് കാണിക്കേണ്ട ഒരു വളരെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. കുട്ടികളെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുന്ന അധ്യാപകരും സ്കൂളുകളിലുമൊക്കെ ഇവർ കാലടിയിൽ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുകയും അവരുടെ ഇപ്പോഴത്തെ സംസ്കാര ച്യുതിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ അത് വളരെ ഉതകും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് അതിന് ഓരോരുത്തർക്കും അനുഗ്രഹം മൂകാംബികാദേവി തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. തുടർന്നും എൻ്റെ വീഡിയോ കാണുകയും ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.